കേരളത്തിലെ രാഷ്ട്രീയ ഭരണകൂടങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. രാഷ്ട്രീയക്കാരും പൊതുമേഖലാ ജീവനക്കാരും സർക്കാർ മേഖലയിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരും ഖജനാവിൻ്റെ നല്ലൊരു പങ്കും ഏതാണ്ട് മുഴുവനായും എന്ന് പറയാവുന്ന രീതിയിൽ കാർന്നു തിന്നുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ ഒന്നാം തരം പൗരന്മാരായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരള സംസ്ഥാനത്ത് 2026-27 കാലഘട്ടത്തിൽ ബഡ്ജറ്റ് ഇവിടെ പരിശോധിക്കുന്നത്. ഇന്നത്തെ വിഷയം സാമ്പത്തിക പരാധീനതകൾക്കിടയിലെ ഇലക്ഷൻ ബഡ്ജറ്റ് എന്നതാണ്. കേരളത്തിലെ 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെ താലോലിക്കാതെ ഒരണുവിട മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണത്തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന ഏതൊരു സർക്കാരിനും കഴിയില്ല എന്നത് എന്നത്തെയും പോലെ ഇപ്പോഴത്തെ സർക്കാരിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ കഴിഞ്ഞ കാലയളവിൽ മരവിപ്പിച്ച പല ആനുകൂല്യങ്ങളും ഈ ഇലക്ഷൻ ബഡ്ജറ്റിൽ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും പൂർവാധികം ശക്തിയായി പ്രഖ്യാപിക്കാൻ തയ്യാറായിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് വാരിക്കോരി നൽകുന്നു എന്ന ആക്ഷേപം ഉണ്ടായേക്കാമെങ്കിലും സർക്കാർ ജീവനക്കാർ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന വോട്ട് ബാങ്ക് മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ 10-15 ഇരട്ടിയാണെന്ന് എന്നെപ്പോലുള്ളവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഭരണകൂടത്തിന് കേരളത്തിൽ മുന്നേറാൻ കഴിയില്ല എന്നത് ഇവിടെ പ്രസക്തമാണ്. കേന്ദ്ര സർക്കാർ യൂണിഫൈഡ് പെൻഷൻ സ്കീം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നടപ്പിലാക്കുമ്പോൾ അത്തരമൊരു പേര് നൽകാതെ അഷ്വേർഡ് പെൻഷൻ എന്ന ഓമന പേരിട്ട് എന്തിനും ഏതിനും തങ്ങൾ മുന്നിലാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് എന്നത്തെയും പോലെ ഇവിടെയും ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ആശയം എന്നോ മറന്നുപോയിരിക്കുന്നു എന്നത് പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്ഷേപിക്കാമെങ്കിലും ഇനി അത്തരമൊരു പെൻഷൻ സ്കീം കൊണ്ടുവരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ആർക്കും ഈ സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ അറിയാവുന്നതാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ കാര്യമാകട്ടെ ഇപ്പോൾ തന്നെ ആർക്കും വേണ്ടാത്തതായി കുറേയധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. തങ്ങളുടെ തസ്തിക നിലനിർത്തുവാൻ സ്കൂളുകളിലെ പോലെ കോളേജ് അധ്യാപകരും ഇറങ്ങി വരേണ്ടി വരുമോ എന്ന ആക്ഷേപം അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി കേൾക്കുന്നു. ഏതായാലും രാഷ്ട്രീയക്കാരൻ്റെ അച്ചിക്കൊരു ജോലി എന്ന നിലയിൽ കുറേയധികം അധ്യാപകരെ നിയമിച്ച് കോടതി കയറി ചിലത് നാണം കെട്ടും ചിലത് വിജയം കണ്ടും നിലകൊള്ളുമ്പോഴാണ് സൗജന്യ വിദ്യാഭ്യാസം ഡിഗ്രി തലം വരെയാക്കാൻ സർക്കാർ ഈ ഇലക്ഷൻ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒട്ടേറെ ആനുകൂല്യങ്ങളുടെ പെരുമഴ ചൊരിയുന്ന 2026-27 ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ കേന്ദ്രം സംസ്ഥാനങ്ങളുമായി ഇഴപിരിയാനാവാത്ത വിധം കൊണ്ടുവന്നിരിക്കുന്ന പലവിധ പദ്ധതികളും പറഞ്ഞതായി കാണാവുന്നതാണ്. ഉദാഹരണമായി പറയാൻ ഏറെയുണ്ടെങ്കിലും 70 വയസ്സ് കഴിഞ്ഞവർക്കായുള്ള വർഷം 5 ലക്ഷം രൂപ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീം ഒന്നും കാണാതെ പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോരാട്ട വീര്യമായി കാണുന്നത് സംസ്ഥാനത്തെ ജനങ്ങളുടെ പരാജയമായി കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.